ഫുട്ബോളിന്റെയും ഇശലിന്റെയും ഈറ്റില്ലമായ കാസർഗോഡ് മൊഗ്രാൽ ഗ്രാമം ലോക ഫുട്ബോൾ ചാമ്പ്യൻ ആരെന്നറിയാൻ കാത്തിരിക്കുകയാണ്. അർജന്റീനയുടെ കളിമികവും സ്പെയിനിന്റെ പ്രതിരോധ വൈദഗ്ധ്യവും അറിയുന്ന മൊഗ്രാലുകാർ ഫൈനൽ കാണാൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. മൊഗ്രാൽ ഗ്രാമത്തിൽ നിന്നും രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാൽപന്ത് കളിയും പാട്ടും ഒരേപോലെ കൊണ്ടുപോയ ഒരു നാടുണ്ട് കാസർഗോഡ് മൊഗ്രാല്. 1920കളിൽ തന്നെ കാൽപന്ത് കളിയെപ്പറ്റി പാട്ടെഴുതി പാടിയ നാടാണിത്. ഈ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആവേശക്കാലത്ത് അവർ ഇപ്പോഴും ആ പാട്ടുകൾ പാടുന്നുണ്ട്, ആ ആവേശത്തിലുമാണ്. നമുക്ക് അവരോട് സംസാരിക്കാം. പക്ഷേ എൻ്റെ എൻ്റെ ഫാദർ അഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ആൾ ആദ്യം അന്നക്കാലത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല. മുത്തു സ്നേഹിതരെ പ്രധാന കൽക്കത്തയിൽ ഘോഷ വിശേഷമേ മുന്തിയ പാദം പന്താലുള്ള കളി എന്തൊരു ശേഷമേ. ഇപ്പോൾ ഈ മൊഗ്രാലിൻ്റെ ഒരു കളി ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എന്താണ്? മൊഗ്രാലിൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ലബ്ബാണ് മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ്. 1918 തന്നെ ഒരു അംഗീകൃത രീതിയിലുള്ള ഒരു ടീമും ഒരു സെറ്റപ്പുള്ള ഒരു ക്ലബ്ബും ഉണ്ടായിരുന്നു അന്ന് തന്നെ. പ്രസിഡന്റ്, സെക്രട്ടറി ഇങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് തന്നെ പല ടീമുകളായിട്ടും നമ്മൾ കളിച്ചിട്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ 1965 ഇപ്പോൾ സന്തോഷ് ട്രോഫിയിൽ മൊഗ്രാലുകാരനായ PCM കുഞ്ഞി കളിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ അന്ന് വേറൊരു ചരിത്രം പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ കുമ്പള TVയിൽ വന്ന് താമസിക്കുന്ന സമയത്ത് മൊഗ്രാലുമായിട്ട് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ക്രിക്കറ്റിൽ മൊഗ്രാൽ പരാജയപ്പെട്ടു. പിന്നെ അവരുമായിട്ട് ഫുട്ബോളിനൊരു പന്തയം വെച്ചു. അങ്ങനെ ആ ഫുട്ബോളിൽ അവരെ തോൽപ്പിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ലോകകപ്പിലേക്ക് വരികയാണെങ്കിൽ വലിയ ശ്വാസം പിടിച്ചാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത് അല്ലേ, രാത്രിയാവാൻ പുലർച്ചയാവാൻ വേണ്ടിയിട്ട്. എന്താണ് ടീമുകളെ കുറിച്ചുള്ള പ്രതീക്ഷ? ഏറ്റവും പ്രധാനപ്പെട്ട ഫിഫ റാങ്കിലെ 4 ടീമിനും ആരാധകരുണ്ട്. അത് 4 ടീമും ഇവിടെ സെമി ഫൈനലിസ്റ്റായിട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ വാശിയും അതുപോലെ ആവേശവും ഉണ്ടായിരുന്നു. ഇവ ഏറ്റവും അവസാനം ഫൈനലിസ്റ്റായി വന്ന അർജൻറ്റീനയും അതുപോലെ തന്നെ സ്പെയിനും. അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. അർജൻറ്റീനയ്ക്ക് നല്ല ഫേവറായിട്ട് നിൽക്കുന്ന ഒരുപാട് കളിക്കാരുള്ളത്, മെസ്സിയെ പോലുള്ള നല്ല പ്രഗത്ഭരും 3-4 വേൾഡ് കപ്പ് കളിച്ച് പരക്കം തന്നെ ആളുള്ള ഒരു ടീമായിട്ടാണ് അർജൻറ്റീന നിൽക്കുന്നത്. തീർച്ചയായിട്ടും അർജൻറ്റീനയ്ക്ക് മുൻതൂക്കം ഇന്നത്തെ ഫൈനലിലുണ്ട്. എങ്കിൽ പോലും സ്പെയിനെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം സ്പെയിൻ്റെ ഡിഫൻഡർ നല്ല കരുത്തരായ ശക്തരായി നിൽക്കുന്നു. അവർ പ്രതിരോധ നിലയിൽ ശക്തരാണ്. മുത്ത് സ്നേഹിതരെ പ്രധാന കൽക്കത്തയിൽ ഘോഷവിശേഷമേ മുന്തിയ പാദം പന്താലുള്ള കളി ചിന്തുവാൻ എന്തൊരുന്മേഷമേ. പുകളത്ത മൊഗ്രാലിൽ കളിത്തിടും ഫുട്ബോളർ മികവായിട്ടുള്ളൊരു ടീമാണേ എന്നും പൂതിപോൽ കാണികളെ കണ്ണഞ്ചിപ്പിക്കുന്നൊരാമേ പൂങ്കതിർ നാമം ഓതുന്നാനേ. മൊഗ്രാലുകാർ കാത്തിരിക്കുകയാണ്, ആരായിരിക്കും വേൾഡ് കപ്പിലെ പുതിയ നായകർ, ആ വിജയം ആർക്കായിരിക്കും. എല്ലാ ഒരുക്കങ്ങളുമായി അവർ കാത്തിരിക്കുകയാണ്, അവരുടെ പാട്ടും കളിയുമൊക്കെ ഓർത്തുകൊണ്ട്. മൊഗ്രാലിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.